അപ്പൊ അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ടാണ് കാണുന്നത്. മറ്റൊരു പ്രത്യേകത, ഒരു നിമിത്തമായി പറയാവുന്നത്, അദ്ദേഹം സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടികൾ, അദ്ദേഹത്തിന്റെ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപാടികളിൽ എല്ലാത്തിലും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നിമിത്തമായി ഞാൻ കരുതുകയാണ്. സാറിന്റെ പുസ്തക പ്രകാശനത്തിൽ ചടങ്ങിന് വിളിക്കുമ്പോഴും ഈ ഇടയ്ക്ക് മലയാള സമാജത്തിൽ മറ്റൊരു പരിപാടി ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചപ്പോഴും ഒക്കെ വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ സാറിനോട് ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത്, അദ്ദേഹം ഒരു ദേശീയ പുരസ്കാരം വാങ്ങുവാൻ പോകുന്നതിന്റെ മുന്നോടിയായി തൻ്റെ സൗഹൃദങ്ങളെ ഓർത്തുകൊണ്ട് ഒരു സംഗമം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ആ സംഗമത്തിൽ പലരുടെയും വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കാവ്യമേഖലയെക്കുറിച്ചും ചിത്രമേഖലയെക്കുറിച്ചും ബഹുമുഖ പ്രതിഭാ ശീലങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല, ഇത്രയും ആളുകൾക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകളാണ് ഏറ്റവും സംഗീതാത്മകത്വമായ കവിത എന്ന് പറയുന്നത്. എന്നാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവിത പാടിയാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത കേൾക്കാൻ ആളുകൾ ഇരിക്കാറുമില്ല. കാരണം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് സംഗീതാത്മകമായി കവിത ചൊല്ലാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കവിതയിൽ ഏറ്റവും സംഗീതമുണ്ടായിരുന്നു. അതുപോലെ അതിൽ അദ്ദേഹം കാവ്യനർത്തകി എന്ന കവിതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വരി പറയാം: ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും. അതുപോലെ നമ്മുടെ മുരുകാനന്ദ സാറിന്റെ ഒരു പകുതി പ്രജ്ഞയിൽ കവിതയും മറുപകുതി പ്രജ്ഞയിൽ ചിത്രവും മോഡലിങ്ങും കാർട്ടൂണും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാവിലാസമാണ് ശ്രീ മുരുകാനന്ദൻ സാറിലൂടെ എനിക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ മുരുകാനന്ദ സാറിന്റെ ഈ കലാവൈഭവം നമ്മൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പിറന്ന സൃഷ്ടികൾ അല്ല, ഇനി പിറക്കാനിരിക്കുന്ന സൃഷ്ടികളിലാണ് ഏറ്റവും കൂടുതൽ മികവ് വരാനിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഡോക്ടർ സുന്ദരേശൻ സാർ പറഞ്ഞതുപോലെ, ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ആ കവിയുടെ ധർമ്മം പൂർണ്ണമാകുന്നു. ആസ്വാദകനാണ് പിന്നെ കവിയുടെ ആ കവിത്വ ശക്തിയെ അളക്കേണ്ടത്. അപ്പൊ ആ കവിതകൾ നമ്മൾ ഏറ്റുവാങ്ങി വച്ചിരിക്കുകയാണ്. ഇനി തലമുറകൾ ആ കവിത ഏറ്റുപാടുകയും അതിലെ അർത്ഥതലങ്ങൾ കാണുകയും ശില്പങ്ങളുടെ ആ ചാതുരി മനസ്സിലാക്കുകയും ആ ചിത്രത്തിൽ അദ്ദേഹം കണ്ട ആ ഉൾക്കാഴ്ച എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി കുറെ സാധനങ്ങൾ സാർ ഇവിടെ സംഭാവന ചെയ്തു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കിവിടെ എന്തെങ്കിലും അവശേഷിപ്പിക്കണം എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പാവം എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഒരാൾ ഇവിടെ മരിക്കുമ്പോൾ അയാൾ ഭയങ്കരനായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് തനിക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം എന്നും അതിൽ അർത്ഥമുണ്ട്. അയാൾ പാവമായിരുന്നു, അയാൾ വെറുതെ ജീവിച്ചു എന്ന് മാത്രം. കുറെ പണവും കൊട്ടാരവും ഒക്കെ വച്ച് സുഖലോലുപനായി താനും തന്റെ മക്കളുമായി കഴിഞ്ഞു എന്ന് മാത്രം. സമൂഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അതിലൂടെ ധ്വനിക്കുന്നത്. അപ്പൊ തീർച്ചയായും ആ മുരുകാനന്ദ സാറ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കവിതയിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. സാറ് നമ്മുടെ അംബേദ്കർ പുരസ്കാരം, ഭാരതത്തെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കർ എന്ന മഹാന്റെ ആ മഹത്വവും പിന്നെ പേറുന്ന ആ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഞാൻ സാറിനോട് പറഞ്ഞ സ്ഥിതിയിൽ നമ്മുടെ ശ്രീ നാരായണ ഗുരുദേവൻ, അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ മാത്രമായിരുന്നില്ല, ഏറ്റവും നല്ല ക്രാന്തദർശിയായ ഒരു കവി കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു സ്തോത്രകൃതി ആ സാറിന് വേണ്ടി ചൊല്ലുന്നു. ചിദംബരാഷ്ടകം എന്ന സ്തുതിയാണ്. നമ്മുടെ ആചാര്യൻ കൂടി ഇരിക്കുന്നത് കൊണ്ട് ഈ കവിത അദ്ദേഹത്തിനും കൂടുതൽ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. ചിദംബരാഷ്ടകം. ബ്രഹ്മമുഖ അരവിന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മ നിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. കൽപ്പ
കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം കിന്നരചാരണ ഗായകലിംഗം പന്നഗഭൂഷണ പാവനലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം സാംബ സദാശിവ ശങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം സാമ്യ വിഹീന സുമാനസലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം കലിമല കാനന പാവകലിംഗം സലില തരംഗ വിഭൂഷണലിംഗം പലിത പതംഗ പ്രദീപകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം അഷ്ടതനു പ്രതിഭാസുരലിംഗം വിഷ്ടപനാദ വികസ്വര ലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തനമൃദുപാദു ചിദംബരലിംഗം അന്തകമർദ്ദന ബന്ധുരലിംഗം അന്തകമർദ്ദന ബന്ധുരലിംഗം കൃന്ദിത കാമകളേബരലിംഗം ജന്തുഹൃദി സ്ഥിത ജീവകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം പുഷ്ടദിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിദം മാനസാനുപടന്തി അഷ്ടകമേതദ വാങ്മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ. നന്ദി, നമസ്കാരം.